ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ആവർത്തിച്ച് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ് എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ്സ്? നമുക്കിവിടെ ടവർ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കുറച്ച് വിഷമത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് സംഭവിച്ച ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് എന്തോ ഒരു കാര്യം ഈ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ സംഭവിച്ചതായിട്ടാണ് കാണിക്കുന്നത്. അത് ഈ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് എനർജി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി മറ്റുള്ളവരെ, അതായത് ഒരു കാര്യത്തിലും ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കരുത്, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് വിഷമം ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ പോലും ആ ഒരു വിഷമം ഈ ഒരു സമയത്ത് ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. ഇതെൻ്റെ മാത്രം വിഷമമാണ്, ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് എനർജി, അവരുടെ ഇപ്പോഴത്തെ തോട്ട്സ് എന്താണ്. പേജ് ഓഫ് വൺസിന്റെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യത്തിനായിട്ട് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് വളരെ കാലമായിട്ട് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം നടക്കണം എന്നുള്ളൊരു ശക്തമായ ഒരു ചിന്ത, അതിനായിട്ട് ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് എനർജി. ഹെർമിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഏകാന്തതയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി അധികം ആരോടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി മുൻപ് നിങ്ങളോട് വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങളോട് പോലും അവർ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് അവർ കുറച്ചൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അധികം ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ അവരുടേതായ ലോകത്ത് ഈ ഒരു സമയത്ത് അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, അവരുടെ കറണ്ട് എനർജി. ഈ ഒരു സമയത്ത് നമുക്കിവിടെ 6 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി മുൻപ് ഈ ഒരു വ്യക്തി ചെയ്ത ഒരു എനർജി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തോ ഒരു വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, അതായത് ഈ പ്രതീക്ഷിച്ച ആളുകളിൽ നിന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു സഹായം ലഭിച്ചില്ല എന്നാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ അവർക്കൊക്കെല്ലാം വേണ്ടത് ചെയ്തു കൊടുത്തു, പക്ഷെ എനിക്കൊരു ഒരു ഒരു വിഷമകരമായ ഒരു കാര്യം വന്നപ്പോൾ പ്രതീക്ഷിച്ച ആരും എന്നെ സഹായിച്ചില്ല, അതുപോലെ തന്നെ എനിക്ക് ആരും ആശ്വാസമായി മാറിയില്ല എന്നുള്ളൊരു ചിന്തയിൽ ഇവർ ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളത്. പേജ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് എല്ലാവരുമായിട്ടും കുറച്ച് അകന്ന് നിൽക്കണം, ഇനി ആരെയും ഒരുപാട് ജീവിതത്തിലോട്ട് ചേർത്ത് നിർത്തേണ്ട, എല്ലാവരോടും കുറച്ച് ഡിസ്റ്റൻസ് ഇടണം എന്നുള്ളൊരു ശക്തമായ ഒരു ചിന്ത, ആ ഒരു എനർജിയിലൂടെ ഈ ഒരു വ്യക്തി പോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. നമുക്കിവിടെ 10 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ വലിയൊരു കാര്യം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരുടെ കുടുംബത്തിൽ എന്തോ വലിയൊരു നഷ്ടം സംഭവിച്ച ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു വ്യക്തിയെ വളരെയധികം ഈ ഒരു സമയത്തും ഈ ഒരു വ്യക്തി ആ ഒരു ഓർമ്മകൾ തളർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടും കരകയറുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ
ഇവരുടെ വേദനയെല്ലാം അവരുടെ മനസ്സിൽ തന്നെ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ആരോടും, നിങ്ങളോട് പോലും ഇവർ പറയാതെ മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ എനർജിയിലൂടെ കിട്ടുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, അവരുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളത്. സ്റ്റക്കായി പോയതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അതായത് ഞാൻ ഇനി മുന്നോട്ട് പോകണോ അതോ ഞാൻ ഇനി ഇവിടെ തന്നെ കുടുങ്ങി പോകുമോ എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ച് നാളത്തേക്ക് ഇവർ ഈ ഒരു ചിന്തയിൽ തന്നെ, അതായത് ഈ ഒരു വേദനയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ മാത്രമേ ഇവർ ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു വരുള്ളൂ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു വേദനയിൽ നിന്നും, ഇവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും ഇവർ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ തയ്യാറാകുന്നത് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്. എന്തോ ഒരു ലക്ഷ്യത്തിനായിട്ട് ഈ ഒരു വ്യക്തി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്തോ ഒരു ലക്ഷ്യം വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എത്ര വേദനകൾക്കിടയിലും ഈ ഒരു സമയത്തും ഇവരുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യം എനിക്ക് നേടിയെടുക്കണം എന്നുള്ളൊരു ശക്തമായ ചിന്തയും ഈ ഒരു സമയത്തുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടും ഇവർ സംസാരിക്കുന്നില്ല എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് താൽക്കാലികം മാത്രമാണ്, ഇത് പെർമനന്റ് അല്ല എന്നും കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവർ അവരുടെ മാനസികാവസ്ഥ ഈ ഒരു സമയത്ത് ശരിയല്ല എന്നാണ് കാണിക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥ നേരെയാകുമ്പോൾ വീണ്ടും നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ തയ്യാറാകുമെന്നും നിങ്ങൾ തമ്മിൽ വീണ്ടും സംസാരം നടക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.